നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി വിപണിയെ സംബന്ധിച്ച പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് പതിവുപോലെ മാർക്കറ്റ് വാച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നു. ഹെഡ്ജ് ഇക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഭുവനേന്ദ്രനാണ് ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉള്ളത്. വളരെ വലിയ മുന്നേറ്റം ഈ വാരമുണ്ടായി. പ്രത്യേകിച്ചും ആഗോള സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഓഹരി വിപണി കുതിക്കുന്നത് നമ്മൾ കണ്ടു. 5577 നിഫ്റ്റിയുടെ ക്ലോസിംഗ് വെള്ളിയാഴ്ച ഉണ്ടായത്. നിരവധി നിക്ഷേപകർക്ക് വലിയ നേട്ടം ഇതുമൂലം ഉണ്ടാകുവാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ നിരവധി പ്രഖ്യാപനങ്ങൾ ഇന്ത്യൻ സമ്പദ് മേഖലയിൽ ചില പ്രഖ്യാപനങ്ങൾ വെള്ളിയാഴ്ച വിപണിയുടെ ക്ലോസിംഗിന് ശേഷമുണ്ടായി. തിങ്കളാഴ്ച റിസർവ് ബാങ്കിൻ്റെ വായ്പാ നയം വരുന്നു. ഇത്തരത്തിൽ കൂടുതൽ വാർത്തകൾ നിറഞ്ഞ ഒരു വാരമാണിത്. സ്വാഭാവികമായിട്ടും എല്ലാ വാർത്തകളും ഈ ദിവസങ്ങളിൽ വിപണിയെ സ്വാധീനിക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഈ മുന്നേറ്റത്തെക്കുറിച്ച് തന്നെ നമുക്ക് നോക്കാം. ഭുവനേന്ദ്രൻ, 5577 വലിയൊരു കുതിപ്പ് ഈ വാരം വിപണിയിൽ ഉണ്ടായി. അടിസ്ഥാനമായ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഗ്ലോബൽ ഇക്കണോമിക് ന്യൂസ് വീണ്ടും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു എനർജി പകർന്നു എന്ന് നമ്മൾക്ക് വേണമെങ്കിൽ കരുതാം. കാരണം ഇതിൻ്റെ ഒരു പ്രധാന റീസൺ സാമ്പത്തിക പുരോഗതിക്ക് വേഗത കൂട്ടാനായിട്ട് US ഫെഡറൽ റിസർവ് അനൗൺസ് ചെയ്ത QE3 ആയിരുന്നു ഈ ഷാർപ്പ് റിക്കവറിക്ക് കാരണമായത്. ലാസ്റ്റ് ഫ്രൈഡേ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് അനൗൺസ് ചെയ്ത ബോണ്ട് പർച്ചേസ് സ്കീം, ക്രൈസിസിലായിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നത്. അതും ഏഷ്യൻ മാർക്കറ്റിലൊക്കെ തന്നെ ഷാർപ്പ് റിക്കവറിക്ക് കാരണമായി. ആ സമയത്ത് നിഫ്റ്റി ലാസ്റ്റ് ഫ്രൈഡേ 102 പോയിന്റ്സിലെടുത്ത് ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തിരുന്നു. അതിനുശേഷം വന്ന US ഫെഡറൽ റിസർവ് അനൗൺസ് ചെയ്ത QE3യിലും വളരെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. 142 പോയിന്റ് നിഫ്റ്റിയിലും 443 പോയിന്റ് സെൻസെക്സിലും ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തു. 5577 നിഫ്റ്റി ക്ലോസിംഗ്. ഒരു പോസിറ്റീവ് ക്ലോസിംഗ് തന്നെയാണ്. ലാസ്റ്റ് വീക്ക് ഈ സൂചന നമ്മൾ നൽകിയിരുന്നു. അപ്പോൾ ഈ രണ്ട് അനൗൺസ്മെൻ്റാണ്, യൂറോപ്പിൽ നിന്നും US നിന്നും വന്ന അനൗൺസ്മെൻറ്റുകളാണ് ഈ ഷാർപ്പ് റിക്കവറിക്ക്, ഗ്ലോബലി തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ ഷാർപ്പായുള്ള റിക്കവറിക്ക് കാരണമായത്. അതുപോലെ തന്നെ FISന്റെ പാർട്ടിസിപ്പേഷൻ. FIS ഫ്രൈഡേ മാത്രം 2882 crore നെറ്റ് ബൈയിങ്ങിലാണ്. അതുപോലെ തന്നെ ഈ വീക്ക് 4762 crore വളരെ അഗ്രസീവായിട്ടുള്ള ബൈയിങ് നടത്തി. അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിൽ 1500 crore ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ഷാർപ്പ് റിക്കവറിക്ക് കാരണം ഈ രണ്ട് ഗ്ലോബൽ അനൗൺസ്മെൻറ്റുകളും അതുപോലെ തന്നെ FISന്റെ വളരെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷനുമാണ്. ലാസ്റ്റ് വീക്ക് ഇതേപോലെ തന്നെ 755 crore നെറ്റ് ബൈയിങ് ആയിരുന്നു FIS. ഈ ആഴ്ചയാണ് വളരെ ആക്റ്റീവ് ബൈയിങ് വന്നത്. അത് 4800 crore എന്ന് പറയുന്ന വലിയൊരു ഫിഗർ തന്നെയാണ് റീസെൻ്റ് ആയിട്ട് വന്നിരിക്കും. അപ്പോൾ ഈ റാലിയുടെ പ്രധാന റീസൺ ഈ ന്യൂസുകളും അതുപോലെ തന്നെ FISന്റെ പാർട്ടിസിപ്പേഷൻ തന്നെയാണ്. എന്തായാലും മൺഡേ RBIയുടെ ക്രെഡിറ്റ് പോളിസി വരാനിരിക്കുന്നു. ഒരു റേറ്റ് കട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇൻഫ്ലേഷൻ ഫ്രൈഡേ പുറത്തു വന്ന ഇൻഫ്ലേഷൻ ഫിഗർ കുറച്ച് ഹയർ ലെവലിലേക്ക് പോയതുകൊണ്ട് RBI എന്ത് ഡിസിഷൻ എടുക്കും എന്നുള്ളതിനെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ല. അതിനുശേഷം എന്തായാലും ഫ്രൈഡേ വീണ്ടും ചില അനൗൺസ്മെൻറ്റുകൾ ഉണ്ടായി. എന്തായാലും ചില പോസിറ്റീവ് അനൗൺസ്മെൻറ്റുകൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഗ്ലോബലി വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾക്കത് പോസിറ്റീവ് കാണാം. അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇപ്പോഴത്തെ ഒരു ഷാർപ്പ് 4800 നിന്ന് 5577 എന്ന് പറയുന്ന വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ക്ലോസിങ്ങിൻ്റെ പ്രധാന റീസൺ ഈ അനൗൺസ്മെൻറ്റുകൾ തന്നെയാണ്. ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഗ്ലോബലിയുള്ള ഗവൺമെൻറ്റുകളൊക്കെ തന്നെ ഈ ക്രൈസിസിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാനായിട്ട് ചില മെഷേഴ്സ് എടുക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് പോസിറ്റീവായിട്ട് കാണാം. തിങ്കളാഴ്ചത്തെ വായ്പാ നയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോഴത്തെ സാഹചര്യം പ്രത്യേകിച്ചും ഡീസലിൻ്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇൻഫ്ലേഷൻ വരുന്ന ആഴ്ചകളിൽ കൂടും. RBI ഒരു നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? RBI എന്ത് ഡിസിഷൻ എടുക്കും എന്നുള്ളതിനെ കുറിച്ച് ക്ലാരിറ്റി ഇല്ല. കാരണം ഫ്രൈഡേ പുറത്തു വന്ന ഇൻഫ്ലേഷൻ ഫിഗർ കുറച്ച് ഹയർ ലെവലിലേക്ക് പോയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 3-4 പ്രാവശ്യമായിട്ട് RBIയുടെ ഭാഗത്തു നിന്നും റേറ്റ് കട്ട് മാർക്കറ്റ് പ്രതീക്ഷിച്ചതാണ്. എന്നാൽ ആ രീതിയിലുള്ള യാതൊരു ഡിസിഷനും വന്നില്ല. എന്താണ് ഡിസിഷൻ ഉള്ളതിനെക്കുറിച്ച് യാതൊരു ക്ലാരിറ്റിയുമില്ല. എന്തായാലും മാർക്കറ്റ് പോസിറ്റീവ് സോണിലാണ്. RBI റേറ്റ് കട്ട് വരികയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 5577 വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ്. ടെക്നിക്കലി മാർക്കറ്റ് എങ്ങനെ പോകാം? ഇനി അടുത്ത ഒരു റെസിസ്റ്റൻസ് എവിടെയാണ് സപ്പോർട്ട്? ഓക്കെ, ഇവിടെ നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞു 5380 മുകളിൽ സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു ലോങ് പൊസിഷൻ അഡ്വൈസബിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ രീതിയിൽ തന്നെ ഒരു ദിവസം മാത്രമേ 5380 താഴെ ക്ലോസിംഗ് വന്നുള്ളൂ. അതിനുശേഷമൊക്കെ തന്നെ മാർക്കറ്റ് 5400 മുകളിൽ തന്നെയായിരുന്നു ക്ലോസിംഗ്. അതിനുശേഷമാണ് ഒരു പോസിറ്റീവ് അനൗൺസ്മെൻറ്റ് വന്നു. മാർക്കറ്റ് ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി മാർക്കറ്റിലുണ്ടായി. 5650 to 5700 എന്ന് പറയുന്നതാണ് അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ 1 month ബാക്ക് തന്നെ മാർക്കറ്റിൽ ഒരു 5600 വരാനുള്ള ഒരു പോസിബിലിറ്റി പറഞ്ഞിരുന്നു. കാരണം FISന്റെ ഈ ഫ്ലോ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നമ്മൾ വിലയിരുത്തിയിരുന്നു. അതുപോലെ തന്നെ ഈ അനൗൺസ്മെൻറ്റിന് ശേഷമാണ് 5250 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ ലെവൽ തന്നെയായിരുന്നു മാർക്കറ്റിൻ്റെ. ആ സമയത്താണ് നമ്മൾ പറഞ്ഞത്
ഈ മാസം വളരെയധികം അനൗൺസ്മെൻറ്റുകൾ വരാനിരിക്കുന്നു. പോസിറ്റീവ് അനൗൺസ്മെൻറ്റുകൾ വരികയാണെങ്കിൽ മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാം. അതല്ലാത്ത സാഹചര്യത്തിൽ 5200 ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യം വന്നാൽ വീണ്ടും ലോവർ ലെവലിലേക്ക് പോകാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് ഈ രണ്ട് അനൗൺസ്മെൻറ്റുകളും വളരെ പോസിറ്റീവായിട്ട് വന്നു. അതുപോലെ തന്നെ ഡീസൽ പ്രൈസ് ഹൈക്ക്, ഇത് രണ്ടും എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവാണ്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു ഹയർ ലെവലിൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി വന്ന ന്യൂസുകളെല്ലാം തന്നെ ഡിസ്കൗണ്ട് ചെയ്തു ആണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് മാർക്കറ്റ് പോകാം. അതിന് ലിക്വിഡിറ്റി ഡ്രിവൺ ആണ് മാർക്കറ്റ്. FISന്റെ ഈ ഒരു ഫ്ലോ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 5650 to 5700 എന്ന് പറയുന്ന ലെവൽ വരെ പോകാം. തീർച്ചയായിട്ടും അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവൽ തന്നെയായിരിക്കും. ഇപ്പോഴത്തെ ഇക്കണോമിക് സിറ്റുവേഷൻ അനലൈസ് ചെയ്യുമ്പോൾ ആ ഒരു ലെവൽ തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവൽ തന്നെയാണ്. 5577 വിപണി നിൽക്കുന്നത്. ഈ അവസരത്തിൽ നിക്ഷേപകർക്ക് എന്ത് നിർദ്ദേശമാണ് നൽകാനിരിക്കുന്നത്? പൊതുവെ റാലി വിപണിയിൽ നടക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം പലരും കാണിക്കാറുണ്ട്. അതെ, നോർമലി ഈ വളരെ പോസിറ്റീവ് ന്യൂസുകൾ വരുമ്പോഴാണല്ലോ ഇൻവെസ്റ്റേഴ്സ് വരിക. കാരണം ന്യൂസ് മീഡിയ അതിന് വളരെയധികം ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നോർമലി ഇൻവെസ്റ്റേഴ്സ് ബൈങ്ങിന് വേണ്ടി വരും. എന്നാൽ നമ്മൾ 5000 ബിലോ ഇൻവെസ്റ്റേഴ്സിനോട് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ചെയ്തിരുന്നു. അതേ രീതിയിൽ ഇപ്പോഴത്തെ രീതിയിൽ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് സമയമാണ്. 5600 മുകളിൽ മാർക്കറ്റ് കുറച്ച് റിസ്ക്കിയാണ്. അതുകൊണ്ട് 600 മുകളിലൊക്കെ തന്നെ ഒരു സെല്ലിംഗ് ലെവൽ, വൺ ടൈം സെല്ലിംഗ് അല്ല, സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് ഈ റാലിയെ കാണുന്നതായിരിക്കും നല്ലത്. കാരണം വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി പല സ്റ്റോക്കിലും ഉണ്ടായി. ആ ലോവർ ലെവൽ എൻ്റർ ചെയ്ത സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. എസ്പെഷ്യലി 5600 മുകളിലേക്ക് മാർക്കറ്റ് പോകും തോറും 2-3 സ്റ്റേജ് ആയിട്ട് ഒരു സെല്ലിംഗ് അഡ്വൈസബിൾ ആണ്. ഇപ്പോഴത്തെ രീതിയിൽ ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോഴത്തെ രീതിയിൽ അഡ്വൈസബിൾ അല്ല. അതിൽ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുന്നുണ്ടെങ്കിൽ തന്നെ പബ്ലിക് സെക്ടർ ബാങ്കുകൾ, ഈ റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആ ബാങ്കിങ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആയിരിക്കും. മാർക്കറ്റ് വാച്ചിൽ ഇനിയൊരു ഇടവേള. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. കത്തുകളിലേക്ക് കടക്കുന്നു. ആദ്യ കത്ത് ശ്രീ ഭാസ്കരൻ നായരുടെ കത്താണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ഓപ്ഷൻ സ്ട്രാറ്റജി സംബന്ധിച്ച് മാർക്കറ്റ് വാച്ചിൽ നൽകിയ നിർദ്ദേശം അദ്ദേഹത്തിന് വലിയ തോതിൽ ഗുണം ചെയ്തു. 100% മുകളിൽ ലാഭമുണ്ടാക്കാൻ കഴിഞ്ഞു. ഈ മാർക്കറ്റ് കണ്ടീഷനിൽ പുട്ട് ആൻഡ് കോൾ ഓപ്ഷൻ ഉണ്ടോ? ഏത് തരത്തിലായിരിക്കണം ഈ സമയത്ത് എടുക്കേണ്ട നിലപാട് എന്ന് വിശദീകരിക്കാമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അന്നത്തെ സാഹചര്യത്തിൽ മാർക്കറ്റ് സെപ്റ്റംബറിനെ സംബന്ധിച്ച് വളരെയധികം അനൗൺസ്മെൻറ്റുകൾ വരാനിരിക്കുന്നു, കുറേയധികം ഡാറ്റകൾ. ഈ ഒരു സ്ട്രാറ്റജി കൊണ്ടായിരുന്നു 5250 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ ലെവലിലായിരുന്നു മാർക്കറ്റ്. അപ്പോൾ ഏത് ലെവലിലേക്ക് മാർക്കറ്റ് പോകും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ, കാരണം അനൗൺസ്മെൻറ്റിനനുസരിച്ച് മാർക്കറ്റ് മൂവ് ചെയ്യാം. അപ്പോൾ അനൗൺസ്മെൻറ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. ആ സമയത്താണ് കോൾ പുട്ട് സ്ട്രാറ്റജി, നമ്മൾ 5100 പുട്ട് ഓപ്ഷനും 5500 കോൾ ഓപ്ഷനും ബൈ ചെയ്തു. ടോട്ടൽ അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 50 rupees ആയിരുന്നു ടോട്ടൽ ഓൾ ടുഗദർ. ആ കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ പ്രാക്ടിക്കലായിട്ട് നടന്നില്ല, ഇല്ലാതായി. ദെൻ കോൾ ഓപ്ഷൻ്റെ റേറ്റ് 115 വന്നു. അപ്പോൾ ഓൾമോസ്റ്റ് 120% റിട്ടേൺ കിട്ടിയിരിക്കുന്നത് ഷോർട്ട് ടൈം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഇല്ല. ഇപ്പോൾ ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് മാർക്കറ്റ് 5650 to 5700 ലെവൽ വരുമ്പോൾ പുട്ട് ഓപ്ഷൻ മാത്രം, ഹെഡ്ജിങ് ആവശ്യമില്ല. കാരണം അതൊരു പ്രീമിയം 5300 5200 പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക. അപ്പോൾ ഈ സാഹചര്യത്തിൽ മാർക്കറ്റ് വീണ്ടും ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൈസ നഷ്ടപ്പെടും. അതേസമയത്ത് മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ വളരെയധികം ഗെയിൻ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് പ്രീമിയം മാത്രമാണ്. ഇതാണ് ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അന്നത്തെ സാഹചര്യത്തിൽ ആ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ അനൗൺസ്മെൻറ്റ് സെപ്റ്റംബറിനെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെയധികം അനൗൺസ്മെൻറ്റുകൾ വരാനിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ രീതിയിലൊരു സ്ട്രാറ്റജി കൊടുത്ത് അത് വളരെ 120% പ്രോഫിറ്റ് കിട്ടാനുള്ള സാഹചര്യമുണ്ടായി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എടുക്കാവുന്ന ഒരു സ്ട്രാറ്റജി 5650-700 ലെവലിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ 5300 400 അല്ലെങ്കിൽ 200 അതിൻ്റെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക എന്നുള്ളതാണ് നല്ലത്. അടുത്ത കത്തിലേക്ക് കിടക്കുന്നത് ശ്രീ രാധാകൃഷ്ണന്റെ കത്താണ്. അദ്ദേഹത്തിൻ്റെ കൈവശം കുറേ ബാങ്ക് സ്റ്റോക്കുകളാണുള്ളത്. വിജയ ബാങ്ക്, കാനറ ബാങ്ക്, കരൂർ വൈശ്യ ബാങ്ക്, ഫെഡറൽ ബാങ്ക്. ഈ സ്റ്റോക്കുകൾ എന്തു ചെയ്യണം ഈ സാഹചര്യത്തിൽ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒപ്പം തന്നെ LIC ഹൗസിംഗ് ഫിനാൻസ്, കെയിൻ ഇന്ത്യ, പെട്രോനെറ്റ് LNG എന്ന സ്റ്റോക്കുകളെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയേണ്ടതുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകളെല്ലാം തന്നെ വളരെ നല്ലതാണ്. ഇതിലിപ്പോൾ നമ്മൾ വിജയ ബാങ്ക്, കാനറ ബാങ്ക് ഒക്കെ മാർക്കറ്റ് 5500 ലെവലിലേക്ക് വന്നെങ്കിലും വാല്യുവേഷൻ എനിക്ക് തോന്നുന്നു 4800 ലെവൽ നിഫ്റ്റി ഉള്ള സമയത്തുള്ള വാല്യുവേഷനിലാണ് ഈ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ വാല്യൂ. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ലാസ്റ്റ് റിസൾട്ട് വളരെ മോശമായിരുന്നു. അതുപോലെ തന്നെ NPA ഇൻക്രീസ് ചെയ്തു. ഈ ഒരു റീസൺ കൊണ്ടാണ് ഈ ഒരു സ്റ്റോക്കുകളിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരാതിരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഈ ഒരു റാലിയിൽ ചെറിയ രീതിയിൽ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇത് ഈ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നല്ലത്. ഇതിൽ വിജയ ബാങ്ക്
49.90 ഇപ്പോൾ ട്രേഡിംഗ് നടക്കുക. അടുത്തൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 46.50 ആൻഡ് 44 രണ്ട് ലെവൽ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. 54.50 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ കാനറ ബാങ്ക് 341.40 ലെവലിലാണ്. മാർക്കറ്റ് വാച്ച് തന്നെ 2 എപ്പിസോഡ് മുമ്പ് 2 ലെവലുകളിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ചെയ്തതാണ്. വളരെ ഷാർപ്പായിട്ടുള്ളൊരു റാലി കാനറ ബാങ്കിലുണ്ടായി. അടുത്തൊരു എൻട്രി ലെവൽ അഗൈൻ 330 ആൻഡ് 310 ആണ്. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിനോട് പലപ്പോഴും പറയുന്നത് മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള സെല്ലിംഗ് വരുമ്പോൾ ബൈയിങ് സൈഡിൽ നിൽക്കുക എന്നുള്ളതാണ്. ന്യൂസുകളെല്ലാം തന്നെ നെഗറ്റീവ് ആയിരിക്കും. ആ ഒരു സമയത്ത് ബൈയിങ് നടത്തണമെങ്കിൽ വളരെയധികം കറേജ് ആവശ്യമാണ്. പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിക്കുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് എല്ലാ ന്യൂസുകളും വളരെ പോസിറ്റീവ് ആകുമ്പോൾ ഇൻവെസ്റ്റ്മെന്റിന് വരിക എന്നുള്ളതാണ്. അത് മാറാതെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് പ്രോഫിറ്റ് ലഭിക്കില്ല. ആ ഒരു സിസ്റ്റം മാറണം. വളരെ നല്ല സ്റ്റോക്കുകളിൽ വളരെ ആക്റ്റീവായിട്ടുള്ള സെല്ലിംഗ്, FIS സെല്ലിംഗ് വരാം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് വരാം. ഈ സെല്ലിംഗ് വരുമ്പോൾ ഈ സ്റ്റോക്കിന്റെ വാല്യൂഷൻ വളരെ ലോവർ ലെവലിലേക്ക് വരും. ആ സമയത്ത് ബൈയിങ് സൈഡിൽ വൺ ടൈം ബൈയിങ് ഇല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ. സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പോഴത്തെ സാഹചര്യം ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ നിക്ഷേപകരൊക്കെ തന്നെ അടുത്ത സ്റ്റേജിൽ 5,600 എബോവ് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള സെല്ലിംഗ്. ചിലപ്പോൾ എല്ലാ അനൗൺസ്മെന്റുകളും വളരെ പോസിറ്റീവ് ആകണമെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ 5,800 ലെവൽ വരെ പോകാം. ആ ഒരു ലെവൽ വരെ കണ്ടിന്യൂസ് 600 to 800 ലെവൽ വരെ സെല്ലിംഗ് സൈഡിൽ നിൽക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ് പലപ്പോഴും നല്ലത്. അത് ഇനിയും ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്റ്റോക്ക് മാർക്കറ്റ് വളരെ നല്ല റിട്ടേൺ നൽകുന്നുണ്ട്. അതേസമയത്ത് സ്പെക്കുലേറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പൈസ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ലെവൽ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുക. കാനറ ബാങ്ക് അടുത്തൊരു എൻട്രി ലെവൽ എന്ന് പറയുന്നത് 330 ആൻഡ് 310. തീർച്ചയായിട്ടും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ സേഫ് ആയിട്ടുള്ള എൻട്രി ലെവൽ തന്നെയാണത്. 369 ആണ് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ലോവർ ലെവൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ നിക്ഷേപകരെ സംബന്ധിച്ച് 369 ലെവൽ ഒരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് കാണാം. ഒരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെയധികം ഹയർ ലെവൽ പോകാനുള്ള സ്ട്രെങ്ത് കാനറ ബാങ്കിനുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടെക്നിക്കലി 369 ലെവൽ ഒരു ഓവർ സപ്ലൈ സോൺ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ കരൂർ വൈശ്യ ബാങ്ക് ആണ്. 399 ലെവലാണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു ബാങ്കിങ് സ്റ്റോക്ക് തന്നെയാണ്. അടുത്തൊരു എൻട്രി ലെവൽ 386 ആൻഡ് 374 ലെവൽ തീർച്ചയായിട്ടും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു എൻട്രി അഡ്വൈസബിൾ ആണ്. കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 430 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ LIC ഹൗസിംഗ് ഫിനാൻസ് ആണ്. 255 ലെവലാണ് ഇപ്പോഴത്തെ ട്രേഡിംഗ് റേഞ്ച്. 250 ആണ് ഒരു മൈനർ സപ്പോർട്ട് സോൺ ആണ്. ഒരു മേജർ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 238 ലെവലാണ്. ആ ഒരു ലെവൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ എൻട്രി അഡ്വൈസബിൾ ആണ്. 280 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ കെയിൻ ഇന്ത്യ ആണ്. 354 ലെവലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 342 ആൻഡ് 330 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 380 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അടുത്തത് പെട്രോനെറ്റ് LNG ആണ്. പെട്രോനെറ്റ് LNG വളരെ സൗണ്ട് സ്റ്റോക്കാണ്. 165 ലെവലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 158 ആൻഡ് 150 റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് 150 ലെവൽ ഡൗൺ സൈഡ് റിസ്ക് വളരെയധികം കുറവാണ്. സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് ബൈ അഡ്വൈസബിൾ ആണ്. ടെക്നിക്കലി 183 സ്റ്റോക്കിൽ ഒരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് കാണുക ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഇദ്ദേഹത്തിന് സ്റ്റോക്ക് കെയിൻ ഇന്ത്യ, LIC ഹൗസിംഗ് ഫിനാൻസ്, കാനറ ബാങ്ക്, പെട്രോനെറ്റ് LNG, വിജയ ബാങ്ക് എല്ലാ സ്റ്റോക്കുകളും ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഫർദർ ഇൻവെസ്റ്റ്മെന്റ് അടുത്തൊരു കറക്ഷൻ സംഭവിക്കുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബൈ അഡ്വൈസബിൾ അല്ല. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ എബി ജോൺ ദുബായിൽ നിന്നാണ്. അദ്ദേഹത്തിന് അറിയേണ്ടത് കൊച്ചിൻ മിനറൽസ്, ഡെക്കൻ ക്രോണിക്കൽ, കിങ്ഫിഷർ എയർലൈൻസ്, ഓൺ മൊബൈൽ ആൻഡ് ഇൻഫോടെക്. ഇതിൽ കിങ്ഫിഷർ കുറച്ച് റിസ്ക് ഉള്ള സ്റ്റോക്ക് തന്നെയാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. കൊച്ചിൻ മിനറൽ ഫണ്ടമെന്റലി സൗണ്ട് ആണ്. അടുത്തൊരു എൻട്രി ലെവൽ ഒരു ഷാർപ്പ് കറക്ഷൻ വരികയാണെങ്കിൽ മാത്രമേ കൊച്ചിൻ മിനറലിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആയിട്ടുള്ളൂ. 191 ആൻഡ് 176 ആണ്. 176 ലെവൽ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുക. ഒരു ഷാർപ്പ് കറക്ഷൻ വരികയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 15-20% കറക്ഷൻ വരികയാണെങ്കിൽ മാത്രം ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആയിട്ടുള്ളൂ. 232 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് ഒരു റെസിസ്റ്റൻസ്. ഈ ഒരു ലെവൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ എക്സിറ്റ് പോയിന്റ് ആയിട്ട് അദ്ദേഹത്തിന് പരിഗണിക്കാം. ദെൻ ഡെക്കാൻ ക്രോണിക്കിൾ ആണ്. പ്രിന്റിംഗിൽ പബ്ലിഷിംഗിലാണ് പ്രധാനമായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ന്യൂസ് പേപ്പർ പീരിയോഡിക്കൽസിലൊക്കെയാണ് ഫോക്കസ്. ഫണ്ടമെന്റലി അത്രത്തോളം സൗണ്ട് അല്ല. 960 ആൻഡ് 750 7.50 ആണ് രണ്ട് സപ്പോർട്ട് ലെവൽ. 14 ആണ് സ്റ്റോക്ക്. ഡൗൺ സൈഡ് റിസ്ക് ഈ സ്റ്റോക്കിൽ കുറവാണ്. ഒരു ലോങ് ടൈം ബെറ്റാണ്. മീൻസ് ഒരു 5 to 10 years ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഈ സ്റ്റോക്കിൽ അഡ്വൈസബിൾ ആണ്. ദെൻ കിങ്ഫിഷർ ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ രീതിയിൽ ഈ സ്റ്റോക്കിൽ ഒരു ബൈ അഡ്വൈസബിൾ അല്ല. മാർക്കറ്റ് വാച്ച് തന്നെ എനിക്ക് തോന്നുന്നത് ഒരു 2 months ബാക്ക് തന്നെ അവോയ്ഡ് ചെയ്യാൻ ഈ സ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോഴും അതേ സ്ട്രാറ്റജി തന്നെയാണ്. ക്ലാരിറ്റി വന്നതിന് ശേഷം ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുന്നതായിരിക്കും. ഇതേ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. ദെൻ ഓൺ മൊബൈലാണ്. 39.10 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. ഫണ്ടമെന്റലി സൗണ്ട് ആണ്. 36 ആൻഡ് 33 ലെവൽ വരുമ്പോൾ മാത്രം ഒരു എൻട്രി പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. 45 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ 3i ഇൻഫോടെക് ആണ്.
₹7, ₹5.50 ആണ് രണ്ട് ടെക്നിക്കൽ സപ്പോർട്ട് ലെവൽ. 13 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകൾ എല്ലാം അത്രത്തോളം ഫണ്ടമെൻ്റലി സൗണ്ട് അല്ല. ഈ സ്റ്റോക്കുകളിൽ ഇതിൽ ഓൺ മൊബൈൽ, 3i, കിങ്ഫിഷർ എയർലൈൻസ് തൽക്കാലം അതിലൊരു ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. കൊച്ചിൻ മിനറൽ, ഡെക്കാൻ ക്രോണിക്കിൾ അടുത്തൊരു കറക്ഷൻ ഈ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ലെവൽ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ പ്രവീൺ മേനോന്റെ കത്താണ്. അദ്ദേഹത്തിന് അറിയേണ്ടത് 3 മുതൽ 5 വർഷം കൊണ്ട് മികച്ച ലാഭം നൽകുന്ന ചെറിയ സ്റ്റോക്കുകൾ, പ്രത്യേകിച്ചും 100 രൂപയ്ക്കോ 50 രൂപയ്ക്കോ താഴെയുള്ള മികച്ച സ്റ്റോക്കുകൾ നിർദ്ദേശിക്കാവോ എന്ന് ചോദിക്കുന്നു. ഈ ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രവീൺ മേനോനും മറ്റ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും സ്റ്റോക്ക് മാർക്കറ്റിൽ പുതുതായി വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഉള്ളൊരു പോർട്ട്ഫോളിയോ ആണ്. ബിലോ 100-ൽ ആദ്യമായിട്ട് പരിഗണിക്കുന്നത് സെയിലാണ്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ 80 and 76 രണ്ട് സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ദെൻ ഹിൻഡാൽകോ 110, 103 രണ്ട് ലെവൽ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. ഇപ്പോൾ കുറച്ച് ഹയർ ലെവലിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. കറക്ഷൻ സംഭവിക്കുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. ഇദ്ദേഹത്തിൻ്റെ ടൈം ഫ്രെയിം വളരെ നല്ലതാണ്. 5 years എന്ന് പറയുന്നത് വളരെ നല്ലൊരു ടൈം ഫ്രെയിം തന്നെയാണ്. അതുപോലെ സിൻഡിക്കേറ്റ് ബാങ്ക് 91 and 86 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ ലെവൽ രണ്ട് സ്റ്റേജ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ദെൻ വോൾട്ടാസ് 104, 90 100 ബിലോ റേഞ്ചുള്ള സ്റ്റോക്കുകളിൽ സെയിൽ, ഹിൻഡാൽകോ, സിൻഡിക്കേറ്റ് ബാങ്ക് ആൻഡ് വോൾട്ടാസ് ഈ സ്റ്റോക്കുകളെല്ലാം ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. ഈ സപ്പോർട്ട് ലെവൽ വരുമ്പോൾ രണ്ട് സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാവുന്ന ഒരു നല്ല ഒരു സ്റ്റോക്ക് ആണ് ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ. ദെൻ 50 ബിലോ അതിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ് 19, 50 and 17 നമ്മൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബാങ്കിങ് സ്റ്റോക്കാണ്. വളരെ നല്ല മാനേജ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. 19, 50 and 17 ഇപ്പോഴത്തെ നിലയിൽ കറണ്ട് ലെവൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ അഡ്വൈസബിൾ അല്ല. അടുത്തൊരു കറക്ഷൻ സംഭവിക്കുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. ദെൻ L&T ഫിനാൻസ് ആണ്. ഡൗൺ സൈഡ് റിസ്ക് ഈ സ്റ്റോക്കിലും വളരെയധികം കുറവാണ്. 44 and 41 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ ലെവൽ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. ദെൻ JP ഇൻഫ്രയാണ് 45 and 41 ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഒരു ഷാർപ്പ് പുൾ ബാക്കിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കറക്ഷൻ സംഭവിക്കുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ അഡ്വൈസബിൾ ആണ്. 45 and 41 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ദെൻ മണപ്പുറം ഫിനാൻസ് ആണ്. മണപ്പുറം ഫിനാൻസ് മാർക്കറ്റ് വാച്ച് തന്നെ വളരെ ആക്റ്റീവ് ബൈങ് 220 ലെവൽ കൊടുത്തതാണ്. ഇപ്പോഴത്തെ കറണ്ട് ലെവലിലൊരു ബൈ അഡ്വൈസബിൾ ആണ്. ഒരു മൈനർ കറക്ഷൻ സംഭവിക്കുമ്പോൾ 34 and 29 സേഫായിട്ടുള്ള രണ്ട് എൻട്രി ലെവലാണ്. ഒട്ടനവധി ഇഷ്യൂസ് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്തൊരു 1 year ഡൗൺ ദ ലൈൻ സ്റ്റോക്ക് കുറച്ചൊരു ഹയർ ലെവൽ 55 to 60 ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അടുത്തൊരു കറക്ഷൻ വരുമ്പോൾ 34, 29 ലെവൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ മണപ്പുറം ഫിനാൻസിൽ അഡ്വൈസബിൾ ആണ്. 50 ബിലോ സ്റ്റോക്കുകളിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, L&T ഫിനാൻസ്, JP ഇൻഫ്ര ആൻഡ് മണപ്പുറം ഫിനാൻസ് രണ്ട് കമ്പനികൾ കേരളത്തിൽ നിന്നുള്ള കമ്പനികളാണ്. വളരെ നല്ല മാനേജ്മെൻ്റ് ആണ്. ഈ സ്റ്റോക്കുകളിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. മാർക്കറ്റ് വാച്ചിന്റെ ഇലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asiannews.in എന്ന വിലാസത്തിലാണ് അയക്കേണ്ടത്. അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ് NH ബൈപ്പാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 25 എന്ന വിലാസത്തിൽ അയക്കുക. ഹെഡ്ജ് ഇക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ N. ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പതിവുപോലെ പങ്കെടുക്കുന്നത്. മാർക്കറ്റ് വാച്ച് ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.